ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. എലിവിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന 18കാരി മരണപ്പെട്ടു. മൊബൈൽ ഫോൺ റീചാർജിനായി ആവശ്യപ്പെട്ട തുകയിൽ 200 രൂപ കുറവായതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ എലിവിഷം കഴിച്ച 18കാരി ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. 5-നാണ് കാസർഗോഡ് സ്വദേശിനിയും 18കാരിയുമായ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ ജൂൺ 25-നാണ് ആമിന വിഷം കഴിച്ചത്. പിതാവിനോട് ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ആമിന ഫോൺ റീചാർജിനായി 1500 രൂപ ആവശ്യപ്പെട്ടിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. എന്നാൽ അന്ന് പിതാവിന്റെ കൈവശം 1300 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി 200 രൂപ അടുത്ത ദിവസം നൽകാമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. എന്നാൽ അന്ന് പിതാവിന്റെ പിന്നാലെ 1300 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആമിന വഴിയരികിലെ കടയിൽ നിന്ന് എലിവിഷം വാങ്ങാമെന്ന് പറഞ്ഞ് കൈവശമുണ്ടായിരുന്ന തുക മകൾക്ക് കൈമാറുകയായിരുന്നു. പള്ളിക്ക് സമീപം ഇതിന് പിന്നാലെ ഗ്രാമത്തിൽ വിഷം കഴിച്ച ശേഷം പതിവുപോലെ ആമിന വഴിയരികിലെ കടയിൽ നിന്ന് എലിവിഷം വാങ്ങുകയും ചെയ്തു. വിവരം ഉച്ചയോടെ ക്ലാസ് മുറിയിൽ ശാരീരിക അസ്വസ്ഥതയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിച്ച ശേഷം പതിവുപോലെ ആശുപത്രിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചികിത്സയ്ക്കിടെയാണ് താൻ വിഷം കഴിച്ച വിവരം ഡോക്ടർമാരെ അറിയിച്ചത്. സിംഫോസ്ഫൈഡ് അടങ്ങിയ മാരക വിഷമാണ് ശരീരത്തിൽ പ്രവേശിച്ചതെന്ന് വ്യക്തമായതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ദിവസങ്ങളോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മറ്റ് കാരണങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ മറ്റ് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്.